ഗ്രാമം അന്തക ഗ്രാമമായി മാറുന്നുവെന്ന് നാട്ടുകാർ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കാട്ടാക്കട ടൗണിന്റെ ഹൃദയഭാഗത്തായി വരുന്ന 2 ഏക്കർ സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടപ്പാണ്. തോടിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ടു. മലിനജലവും മറ്റും കെട്ടിക്കിടക്കുന്ന വഴി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് സമീപവാസികൾ അഭിപ്രായപ്പെടുന്നു. ആരോഗ്യവകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ശാശ്വതമായ നടപടി ഉണ്ടാകുന്നില്ല. നാടിന് ഒന്നാകെ പൊതുശല്യമായി മാറുന്ന ഈ വിഷയത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഇടപെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമായ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ ആനന്ദഗ്രാമം എന്ന സ്വപ്നം അന്തക ഗ്രാമമായി മാറുമോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ വെള്ളം കിടക്കുന്നത്. കളക്ടർ ഉത്തരവ് പ്രകാരമാണ് ഇവർ മണ്ണിട്ട് നിവർത്തിയെന്ന് പറയുന്നു. ആ ഉത്തരവിൽ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മണ്ണിടാൻ പാടില്ല എന്ന് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്തിനെയും ഹെൽത്ത് ഇൻസ്പെക്ടറെയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്നിട്ട് പറയുകയാണ്, കടലിലും കായലിലും ഒക്കെ വെള്ളം എടുത്ത ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന അവിടുത്തെ ജൂനിയർ JHയാണ് വന്നത്. ഇവിടെ ഒരാളുടെ ഇഞ്ചിയും വാഴയും അത് 1.5 ലക്ഷത്തോളം അയാൾക്ക് നഷ്ടമുണ്ട്. കംപ്ലീറ്റ് ഇഞ്ചി അഴുകിപ്പോയി. അതിനപ്പുറത്ത് നല്ല വാഴയുണ്ട്. ആ വാഴയുടെ മൂടെല്ലാം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇത് കൃഷി നശിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഈ ബാറിലെ വേസ്റ്റ് മുഴുക്കെ ഇതിനകത്ത് വന്നു വിടുന്നു. അവരാഴ്ചയ്ക്കൊരിക്കൽ തീട്ടവും മൂത്രവും തുറന്നു വിടുന്നു. ഇതിവിടെ കെട്ടിക്കിടക്കുന്നു. ജലജന്യ രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്, വരും എന്നാണ് നമ്മൾ ഹെൽത്തിനെ അറിയിച്ചത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പഞ്ചായത്തിൻ്റെയും അതുപോലെ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയും മുമ്പിൽ 1000 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരേക്കും ഒരു നടപടി എടുക്കാം. നാട്ടുകാരാകപ്പാടെ ബുദ്ധിമുട്ടിലാണ്. കുളത്തുമ സ്കൂളിലെ വിദ്യാർത്ഥികൾ മുഴുക്കെ ഈ വെള്ളം ചവിട്ടിയാണ് പോകുന്നത്. ഈ വെള്ളം ഒഴുകുമ്പോൾ അവർ കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയില്ല, അവർക്ക് കാലിൽ വരും. ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിലൊക്കെ ഒരുമാതിരി വെള്ളപ്പാണ്ട് പിടിച്ചവരാകും. ഭയങ്കര ചൊറിച്ചിലുമാണ്. കൃഷിയിടത്തിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല. ആ വാഴ മുഴുക്കെ വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത്. അവിടെ പോകാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ഞങ്ങൾ ആ പഞ്ചായത്തിൻ്റെ കെട്ടിക്കുന്ന ഓട കാണാം. ആ ഓടയിലേക്ക് ഒരു തുള്ളി വെള്ളം പോകാത്ത കാരണം ഇവരിവിടെ വെച്ച് ഈ അടച്ചിലാണ്. അപ്പോൾ ഈ വെള്ളം സ്വാഭാവികമായി എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ ഈ തൂമ്പ് തുറക്കാനും ഈ മണ്ണിട്ട ഭാഗം മണ്ണ് മാറ്റി ആ തൂമ്പിലേക്ക് വെള്ളം വിടാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടേതായ ഒരു അഭിപ്രായം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഗ്രാമം ആനന്ദഗ്രാമം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്, ആനന്ദഗ്രാമം. പക്ഷേ ഇത് അന്തക ഗ്രാമമായി മാറാനുള്ള അവസ്ഥയാണത്. ജനങ്ങളുടെ അന്തക ഗ്രാമമായി കാട്ടാക്കട പഞ്ചായത്ത് മാറും.